അല്ല, മേഡത്തിന്റെ മുമ്പിൽ കലാഭ്യസിക്കാൻ വരുന്നവർ കറുത്ത കുട്ടികൾ മേഡത്തിന്റെ മുമ്പിൽ കലാഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല? പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറയുന്നു. മോൾ മത്സരത്തിന് പോകണ്ട, അവരെ നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോൾ പ്രശ്നമില്ല. ആളെ മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ കലാമണ്ഡല സത്യഭാമ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഭൂലോക രംഭയാണ്. ഐശ്വര്യ റായ് ഒന്നും ഇവരുടെ 4 അയലത്ത് വരത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെപ്പോലെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല എന്നാണ് ഇവരുടെ മിഥ്യാധാരണ. എന്തായാലും ഇവരിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്നത് അല്ലെങ്കിൽ എനിക്ക് കീഴിൽ നൃത്തം പഠിക്കാൻ വരുന്ന കുട്ടികൾ കറുത്തവരാണെങ്കിൽ ഞാൻ അവർക്ക് നൃത്തം പഠിപ്പിക്കും, പക്ഷെ അവരോട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ സ്റ്റുഡൻസിനോട് സഹതാപം തോന്നുന്നത്. വർണ്ണപരിയുടെ വിഷം മനസ്സിൽ നിറഞ്ഞ ഈ ഒരു സ്ത്രീയുടെ കീഴിൽ പഠിക്കാൻ പോകുന്ന ആ കുട്ടികളോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. എൻ്റെ കുട്ടികളെ പറ്റുമെങ്കിൽ ഇച്ചിരിയെങ്കിലും മനുഷ്യത്വം ഉള്ള ഏതെങ്കിലും നല്ലൊരു അധ്യാപകൻ്റെ കീഴിലോ അധ്യാപികയുടെ കീഴിലോ പോയി നൃത്തം പഠിക്കുക. ഇതേപോലെയുള്ള വിഷങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലോ, ആശാൻ 1 പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ കൂട്ടത്തിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം കട്ട പുകയായിരിക്കും. പിന്നെ ഇവർ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു വാർത്താ അവതാരകയോട് പറയുന്നത് കേട്ടു, കേരളത്തിലെ വനിതാ റിപ്പോർട്ടർമാർക്ക് ആർക്കും സൗന്ദര്യമില്ല എന്ന്. അതിനുള്ള ഒരു മറുപടി ഞാൻ ഇവർക്ക് നൽകുകയാണ്. എൻ്റെ പൊന്നു ചേച്ചി, ഉള്ള കാര്യം പറയാം, ഞങ്ങൾ എല്ലാവരും TV കാണാതിരിക്കുന്നത് വാർത്ത കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ റിപ്പോർട്ടർമാരെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ആരും പെണ്ണ് കണ്ട ചരിത്രവുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ റിപ്പോർട്ടർമാരുടെ സൗന്ദര്യത്തിൻ്റെ അളവ് പോലും ചേച്ചി തൽക്കാലം നോക്കണ്ട. അവരുടെ സൗന്ദര്യം കാണാനല്ല, അവർ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത കാണാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ TV മുൻപിൽ ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾ വല്ലതും നിങ്ങളുടെ മകന് റിപ്പോർട്ടർമാരെ വല്ലതും പെണ്ണ് ആലോചിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മകനുണ്ടെങ്കിൽ അവരെ വല്ലതും പെണ്ണ് ആലോചിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ റിപ്പോർട്ടർമാരെ നോക്കണ്ട. പകരം കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ വല്ല റിപ്പോർട്ടർമാർ നല്ല സൗന്ദര്യമുണ്ട്, നിങ്ങളോട് കിടപിടിക്കുന്ന സൗന്ദര്യമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അവർക്ക് പെണ്ണ് ആലോചിക്കുക, റിപ്പോർട്ടർമാരെ. എന്നാലും ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വിരൂപയായ ഒരു സ്ത്രീയാണ് നിങ്ങൾ. അതിന് കാരണമുണ്ട്. നിങ്ങളുടെ തൊലിപ്പുറം വെളുത്തതായിരിക്കും, പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ കറുത്തതാണ്. ആ കറുപ്പിന് സാധാരണക്കാരൻ്റെ പണിയെടുക്കുന്നവൻ്റെ നിറമല്ല, പകരം വർണ്ണപരിയുടെ കാളകൂട വിഷത്തിൻ്റെ നിറമാണ്. ആ വിഷത്തിൻ്റെ നിറമാണ് നിങ്ങളുടെ സൗന്ദര്യം. അതായത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വിരൂപയായ സ്ത്രീയാണ് നിങ്ങൾ. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ കറുത്തവനാണ്, എനിക്ക് സൗന്ദര്യമില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരല്. കാരണം എനിക്കറിയാം എനിക്ക് സൗന്ദര്യമൊന്നും ഇല്ലെന്ന്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഇങ്ങനെ ആവാൻ കാരണം എൻ്റെ ജോലിയാണ്. നിങ്ങളെപ്പോലെ AC കാറിലോ AC റൂമിലോ ഇരുന്നുള്ള പണിയല്ല എനിക്ക്. ഞാൻ നല്ല കരിമുര വെയിലത്ത് നിന്ന് കേബിളും വലിച്ച് പോസ്റ്റലും കരുതി ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കേബിൾ TV ടെക്നീഷ്യനാണ്. അന്നേരം എൻ്റെ ശരീരത്തിന് എന്ത് സൗന്ദര്യം ഉണ്ടാകുമെന്ന് എനിക്കും കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് ഭവതി അബദ്ധവശാലെങ്ങാനും ഈ വീഡിയോ കാണുവാണെങ്കിൽ നാളെ എനിക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരല്ലേ. അതിനുള്ള കാരണം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു.